ഇത് ഞാൻ കുറച്ച് ഞണ്ട് വാങ്ങിയിട്ടുണ്ട്. അത് കറി വെക്കാനാണ് പോകുന്നത്. ഇത് ക്ലീൻ ചെയ്യാൻ അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്കായിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. ചിലർ ഞണ്ട് ഫുള്ളായിട്ട് തന്നെ കുക്ക് ചെയ്യുന്നവരും ഉണ്ട്. ഞാനിത് പിന്നെ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഓരോ പാർട്ടുകൾ വെട്ടി മുറിച്ചിട്ട് അതെടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം. അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഒരു സ്പൂണ് ഉലുവ ഇടാം. ഉലുവ പൊട്ടിയാലുടനെ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇടാം. ഞാൻ 1.5 കിലോ ഞണ്ടാണ് എടുത്തത്. അതിൻ്റെ അളവാണ് ഞാൻ ഇനിയിപ്പോൾ ഉള്ളി ഇടുന്നത്. 100 ഗ്രാം ചെറിയ ഉള്ളി ചതച്ചതും 4 വലിയ സവാള ചെറുതായിട്ട് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടാം. ഇനി ഇതിനാവശ്യമായിട്ട് ഉപ്പിടാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിനാവശ്യമായ മസാല ഇടാം. അതിനായിട്ട് ഒരു വലിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, വലിയ 1 സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് മീറ്റ് മസാല, പിന്നെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി. അത് എരിവിന് ആവശ്യമുള്ളതുപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ച മണം പോകുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ഇടാം. മല്ലിയില ഞാനിവിടെ വലിയ 1 കപ്പ് നിറച്ച് മല്ലിയില അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞണ്ട് കൂടി ഇതിലിടണം. എന്നിട്ട് അത് നന്നായിട്ട് ഞണ്ടിലേക്ക് മസാല പിടിക്കും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിക്കണം. ഇത് വലിയ ഞണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുകയാണ്. അതായത് ഞണ്ടിൻ്റെ സമം വെള്ളം ഒഴിക്കണം. അപ്പോഴേ ഇത് വെന്ത് കിട്ടും. തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് ഞണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് ഗ്യാപ്പിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് സിമ്മിലാക്കി കൊടുക്കും. ഞാനിതൊരു അരമണിക്കൂറോളം അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അത്രയും സമയം എടുത്താലേ ഇതിൻ്റെ ഉള്ളിൽ ചാറൊക്കെ പുറത്തിറങ്ങിയാലേ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഈ ഞണ്ട് കറി അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയും ഒക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയി വരാം.